ഫിഷിംഗ് ബാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി. അപ്പോൾ നമ്മൾ വരാൽ ഫിഷിങ്ങിന് ഇറങ്ങിയേക്കാണ്. ഉണ്ടോ, ഫുള്ള് ഇരുട്ടാണ്, നമുക്ക് വെളിച്ചൊന്നും കാണാനില്ല. നമുക്ക് വരാൽ ഫിഷിങ് കാലത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇരുട്ടുള്ള സമയത്ത് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് കണ്ണ് കാണേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരാൽ ഫിഷിങ് ചെയ്തിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഈ ഇരുട്ടുള്ള സമയത്ത് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് റിഡ്രൈവ് ചെയ്യുമ്പോൾ വരാൽ സ്ട്രൈക്ക് ചെയ്യുന്ന ശബ്ദം നമുക്ക് വളരെ ഒച്ചത്തിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ മീൻ നമ്മുടെ ഫ്രോഗിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ആ സമയത്ത് നമ്മൾ ഈ ബ്രൈഡ് ലൈന് ഒന്ന് വിരലുകൊണ്ടൊന്ന് നോക്കുക, അതുമാതിരി സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളതിൽ മീൻ കുടുങ്ങിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹുക്കപ്പ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിനുള്ളൊരു സമയമാണത്. പൊക്കിയിട്ട് നമുക്ക് ലോഡ് ഉണ്ടെന്ന് തോന്നണമെങ്കിൽ നമ്മൾ ഹുക്കപ്പ് ചെയ്യുക, റിഡ്രൈവ് ചെയ്യുക. അങ്ങനെയാണ് ഇരുട്ടത്ത് ഞാൻ വരാലിനൊക്കെ പിടിക്കാൻ ഉള്ളൊരു ടെക്നിക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വരാൽ ഫിഷിങ്ങിന് വന്നിട്ടുള്ള സമയമാണ് പുലർച്ചെ 3:26 നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. കണ്ടോ, സ്പോട്ട് ഫുള്ള് ഇരുട്ടാണ്. ആകാശത്ത് ചന്ദ്രൻ അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് കാസ്റ്റ് ചെയ്ത് നമുക്ക് വരാൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ നമ്മൾ വന്നിട്ട് കാസ്റ്റ് ചെയ്യുന്നത്. സ്പോട്ടുകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ സ്പോട്ടിലേക്ക് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളിൽ ഒരുപാട് ഫ്രോഗിൻ്റെ കളക്ഷൻ ഉണ്ട്, അതുപോലെ ഷാഡ് ഉണ്ട്. പക്ഷേ നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഈ ഒരു ലൂക്കാനയുടെ ഫ്രോഗാണ്. വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഫ്രോഗാണെങ്കിൽ നമുക്ക് നൈറ്റ് ഫിഷിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രോഗാണ്. കാരണം എവിടെയും ഉടക്കി പോകുന്നില്ല, നല്ല ഹുക്കപ്പ് റേഷ്യോ ഉണ്ട്. വലിയ മീനടിച്ച് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കയറ്റാൻ പറ്റും. നമ്മളെ റോഡ് റെയിൽ ഇതിലാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഉണ്ടോ, ഇത് ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാക്സിയാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കവറാണ്. മീനുകൾ സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരത്തോടെ അവർ തീറ്റ എടുത്ത് തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ വന്നിട്ട് വരാൽ ഫിഷിങ്ങിന് ഇറങ്ങണത്. നമ്മൾ ഫ്രോഗ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിഡ്രൈവ് ചെയ്യണ സമയത്ത് നമുക്ക് ആ സ്പോട്ടിൽ നിന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യണമെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പകൽ സമയത്ത് മീൻ അറ്റാക്ക് ചെയ്യുന്നത് പോലെയല്ല ഇരുട്ടുള്ള സമയത്ത് വരാൽ അറ്റാക്ക് ചെയ്യുന്നത്. നല്ല ശബ്ദത്തോട് കൂടിയിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുക. വെള്ളത്തിൽ നല്ല ശബ്ദം ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ഇത് മനസ്സിലാക്കണത്. ഇത്രയും കറക്റ്റായിട്ട് വരാൽ സ്ട്രൈക്ക് ചെയ്യണം മനസ്സിലാക്കണത് അങ്ങനെയാണ്. വരാലൊരു പ്രിഡേറ്റർ ഫിഷാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ആവാസ വ്യവസ്ഥയുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ഓരോ
ജീവജാലങ്ങളെയും അവൻ ആട്ടി ഓടിക്കാൻ ശ്രമിക്കും. ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിലും കൂടി നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ഫ്രോഗ് ഒരുപാട് തവണ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ ഒരു ഫ്രോഗിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നൊരു സിസ്റ്റമാണ് നമ്മൾ രാത്രിയിൽ ഫിഷിങ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മീനുകൾ അറ്റാക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അവൻ്റെ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ കടന്നു പോകുന്ന സാധനത്തിന് അവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നല്ല അതിശക്തമായിട്ടുള്ള പ്രഹരമാണ് ഒരു ഫ്രോഗായാലും ഷാഡായാലും ഒക്കെ അവൻ അറ്റാക്ക് ചെയ്യുക. നമ്മൾ രാത്രിയിൽ ഫിഷിങ് ചെയ്യുമ്പോൾ ഒരേ സ്പോട്ടിലേക്ക് തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ മീൻ അടിച്ചിട്ടുണ്ട് കണ്ടോ. അടിപൊളി സൈസ് വരാലാണ് നമുക്കിന്ന് അടിച്ചുള്ളത് കണ്ടോ. ഇരുട്ടത്ത് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഇപ്പം സമയം നോക്കൂ, 3:47 കേട്ടോ. 3:47 അതിൻ്റെ സമയം. ആ സമയത്താണ് നമുക്ക് ഫസ്റ്റത്തെ വരാൽ അടിച്ചിട്ടുള്ളത്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റോഡ് ഇതാ ലൂക്കാനയുടെ പ്രിഡേറ്ററാണ്. സ്റ്റിക്ക് ഒക്കുമട കോമ്പറ്റീഷൻ. ബ്രൈഡ് ലൈൻ ഉപയോഗിച്ചിട്ടുള്ളത് ഗോഡ്സില 28 mm 50 LB. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹുക്ക് റിമൂവർ. നമ്മളെ വീഡിയോയിൽ ഉണ്ട്. ഈ ഹുക്ക് റിമൂവർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മീനിനെ ഹുക്ക് റിമൂവ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എന്തോ ഹുക്ക് റിമൂവ് ചെയ്തു. ഇതാണ് നമ്മളെ ഐറ്റം. നമ്മളെ ഒരു വീഡിയോയിലുണ്ട്, ഹുക്ക് റിമൂവ് ചെയ്യണ വീഡിയോ ഉണ്ട്. കണ്ടോ, നമുക്ക് അടിച്ചിട്ടുള്ള ഫസ്റ്റത്തെ വരാലാണ്. നമ്മൾ നേരം വെളുത്തിട്ട് ഫിഷിങ് ചെയ്യാനായിട്ട് വേറൊരു സ്റ്റിക്കും കൂടിയും കൈവച്ചിട്ടുണ്ട്. ഫാൻറ്റം കാറ്റ് ഫിഷ് റോഡും അതുപോലെ ഡബാവാൻ്റെ നമ്മൾ പുതിയ വാങ്ങിച്ച റീലും ഉപയോഗിച്ചിട്ട് നമ്മൾ ചെമ്പല്ലി അല്ലെങ്കിൽ
കല്ലടമുട്ടി, അനാബസ് എന്നൊക്കെ പറയണ മീനെ കോർത്തിട്ട് നമ്മൾ വരാലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് മീൻ കിട്ടുമെന്ന് നോക്കാം. അതുവരെ നമ്മൾ ഈ ചൂണ്ട എറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ബൈക്കാസ്റ്ററിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് ഈ ചൂണ്ട എറിഞ്ഞിടാം ആദ്യം. അവിടെയൊക്കെ വെള്ളം കുറവുള്ള സ്ഥലമാണ്, ഒരു അരക്കൊപ്പം വെള്ളമുള്ളൂ. പക്ഷെ എന്നാലും വരാലുകൾ ആ പുല്ലിൻ്റെ ഉള്ളിൽ നിന്നും ആ കാടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഈ നിറയെ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുന്ന ആ കാടാണ്. കിടങ്ങ് എന്നാണ് ഈ ചെടിയുടെ പേര്. കിടങ്ങ് എന്നാണ് അതിന് പറയുക. സ്പോഞ്ച് പോലത്തെ ഒരു തണ്ടുള്ളൊരു ചെടിയാണ്, പക്ഷേ ഭയങ്കര സ്ട്രോങ് ആണ്. അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും വരാലുകളാണ്. ഒരു പാടം മൊത്തം ഈ എന്താ പറയുക, കിടങ്ങ് ചെടി തിങ്ങി വളരുകയാണ്. അപ്പോൾ അവർക്ക് വളരാനായിട്ടുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചെമ്പല്ലീനെ കോർത്തിട്ട് അല്ലെങ്കിൽ കല്ലടമുട്ടി, അനാബസിനെ കോർത്തിട്ട് ദൂരേക്ക് കാസ്റ്റ് ചെയ്തിടുകയാണ്. അതിൻ്റെ കുളത്തിൻ്റെ മുകളിലേക്ക് 1.5 അടി മുകളിലേക്ക് നമ്മളൊരു പൊന്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മീൻ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് കാസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വെക്കുകയാണ് ചെയ്യുക. ഒരുപാട് ആൾക്കാരിപ്പോൾ ഫിഷിങ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. കൂടുതലും വരാൽ സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ കല്ലടമുട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ മീനുകളെയാണ് കൂടുതൽ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നത്. നമ്മൾ ഫ്രോഗും ലൂറൊക്കെ ഉപയോഗിച്ചുള്ള ഫിഷിങ്ങിൽ ഈ മീനുകൾ കിട്ടാൻ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലെ വെള്ളം മൊത്തം ബ്ലാക്ക് കളറായേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രോഗും ഈ ഷാഡൊക്കെ വരുന്നത് അവർക്ക് ശരിക്കും കറക്റ്റായിട്ട് മനസ്സിലാവാഞ്ഞിട്ട് എന്താണെന്നറിയില്ല. അവരാ വക തീറ്റ എടുക്കുന്നത് വളരെ കുറവായിരിക്കുകയാണ്. പിന്നെ കൂടുതൽ തീറ്റ എടുക്കുന്നത് പോലെ ഈ അനാബസ്, തവള, അങ്ങനെ പുൽച്ചാടി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ അങ്ങനെ ഒരു ഫിഷിങ് ചെയ്യാൻ കയ്യിൽ വയ്ക്കാനുള്ള കാരണം, ആ ഫിഷിങ് റോഡും റീലൊക്കെ കയ്യിൽ വയ്ക്കാനുള്ള കാര്യം അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ബൈക്കാസ്റ്റ് ഉപയോഗിച്ചിട്ട് ഈ സ്പോട്ടിലേക്ക് ഒരുപാട് തവണ കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ അവിടെ നിന്ന് ഒരു സ്ട്രൈക്ക് പോലും ഉണ്ടായില്ല, ഒരു ഫോളോ പോലും നമുക്ക് കിട്ടില്ല. നമ്മളിപ്പോൾ മീനെ കിട്ടിയില്ലെങ്കിലും സ്ട്രൈക്ക് കിട്ടിയില്ലെങ്കിലും ഫോളോ വന്നില്ലെങ്കിലും എൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരേ സ്പോട്ടിലേക്ക് ഒരുപാട് തവണ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുക. കാരണം ആ ഒരു സ്പോട്ടിലുള്ള മീൻ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തുടർച്ചയായിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി. നമ്മൾ പരമാവധി ക്ഷമ കാണിച്ചിട്ട് ആ ഒരു സമയം നമ്മൾ ഒരേ സ്പോട്ടിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഭാഗത്ത് മീനുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ആ മീൻ അടിക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെയാണ്. നമ്മൾ അനാബസ് കോർത്തിട്ടുള്ള ചൂണ്ടയമ വരാൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. വലിയ വരാലെന്നാണ് തോന്നുന്നത് കാണുമ്പോൾ. അടിപൊളി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീനവിടെ വെള്ളത്തിൽ ഒന്ന് ഈ നമ്മുടെ പൊന്ത് നന്നായി താത്തി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹുക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഹുക്കപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ റീഡ്രൈവ് ചെയ്യുകയാണ് ചെയ്യുക. കാരണം അതിൻ്റെ ചുണ്ടിൻ്റെ ഏതെങ്കിലും അരികത്തൊക്കെ ആണെങ്കിലും കൂടിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഹുക്കപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ മീനെ നമ്മൾ ഈ കുളത്ത് ശരിക്ക് കയറിയിട്ട് മീനിൻ്റെ വായിൽ ലോക്കാവും. അടിപൊളി മീനാണ്. നല്ല തിരക്കേടില്ലാത്തൊരു മീൻ തന്നെയാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വെട്ട് ചൂണ്ട എന്ന് തന്നെ പറയാം. വെട്ട് ചൂണ്ടയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, വെട്ട് നമ്മുടെ വേറെ സ്റ്റിക്കാ. നമ്മുടെ കൂട്ടുകാരൻ്റെ മോൻ അപ്പുറത്ത് സൈക്കിളായിട്ട് വന്നിട്ടുണ്ട്. അവൻ മീൻ പിടിക്കുന്ന കാണാൻ വേണ്ടി വന്നുള്ള ആളാണ്. മീനൊക്കെ പിടിക്കുന്ന ആളാണെങ്കിലും കൂടിയിട്ട് അവന് ചൂണ്ടയും കാര്യങ്ങളൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഉള്ള വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അവൻ നന്നായി സഹായിക്കാറുണ്ട്. ഞാനെപ്പോഴും വരാലിൻ്റെ വായിൽ നമ്മൾ കൈ വയ്ക്കുന്ന സമയത്ത് ഒരു ടർക്കി ഉപയോഗിച്ചിട്ടാണ് കൈ വയ്ക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വായിൽ ഷാർപ്പായിട്ടുള്ള പല്ലുകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ തള്ളവിരലിൻ്റെ
അടിഭാഗമൊക്കെ കീറി പൊളിഞ്ഞ് ചോരമൊക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ഒരു ടർക്കി ഉപയോഗിച്ചിട്ടാണ് ആ വരാലിൻ്റെ വായിൽ കൈ വയ്ക്കുക. അങ്ങനെ ടർക്കി പിടിച്ചിട്ട് വരാലിൻ്റെ വായിൽ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മുറിവുകളും ഒന്നും ഇല്ലാണ്ട് നമുക്ക് വരാലിൻ്റെ വായുടെ ഉള്ളിൽ നിന്ന് ഹുക്കാണെങ്കിലും ഫ്രോഗാണെങ്കിലും എല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ ടർക്കി ഉപയോഗിച്ചിട്ട് വരാലിൻ്റെ വായിൽ നമ്മൾ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു ഗുണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വരാൽ ചാടി പോവുകയോ സ്ലിപ്പാവുകയോ ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രോഗോ ഹുക്കോ റിമൂവ് ചെയ്ത് സഞ്ചിയുടെ ഉള്ളിൽ ആക്കി എടുക്കാൻ പറ്റും. അവൻ്റെ വായുടെ ഉള്ളിൽ ഹുക്ക് നല്ല ഷാർപ്പായിട്ട് കയറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് ഊരിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്ലെയർ നമ്മളെപ്പോഴും കയ്യിൽ വയ്ക്കാറുണ്ട്. ആ പ്ലെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ അവൻ്റെ വായുടെ ഉള്ളിൽ നിന്ന് ഹുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് രണ്ടാമത്തെ വരാൽ അടിച്ചിട്ടുണ്ട്. ഇത് ഫ്രോഗുമലല്ല, കല്ലടമുട്ടി. ഞങ്ങളുടെ നാട്ടിൽ കല്ലടമുട്ടിക്ക് അല്ലെങ്കിൽ അനാബസിന് കരിപ്പിടി എന്നാ പറയുക. കുറച്ചും കൂടി ഞങ്ങളെ പുന്നൂർക്കുളം ഭാഗത്താണെന്നുണ്ടെങ്കിൽ ചെമ്പല്ലി എന്നും പറയും. അപ്പം നമ്മൾ ഇന്ന് കിട്ടിയ മീനിനെ നമ്മൾ ബേസണിൽ വെച്ചിട്ടുണ്ട്. അടുത്ത മീന് ഇതിൻ്റെ ഉള്ളിലാണ്. നമ്മൾ 2 മീനിനെ 2 പാത്രത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരസ്പരം കടിപിടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ചാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.